Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന്റെ 75 ഡേയ്സ് ചാലഞ്ചിലെ ഡേ 7 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജിയിൽ PC, VSR, ബ്ലഡ് സെൽ ഇൻഡിസസ്, ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ആ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 2-3 ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഈദിന്റെ പ്രോഗ്രാംസും അതുപോലെ തന്നെ ഞാൻ വീട്ടിലില്ലായിരുന്നു. ചെറിയ 2 മക്കളുണ്ട്. അപ്പൊ പുറത്തു പോയ സമയത്ത് എനിക്ക് PPT പ്രിപ്പയർ ചെയ്ത് വീഡിയോ എടുക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അത് കവർ ചെയ്തിട്ട് ഇന്ന് നമ്മള് ബാക്കിയുള്ള പോർഷൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ESR is elevated in following disease except option A osteoarthritis, option B rheumatic fever, option C rheumatoid arthritis, option D പയോജനിക് ഇൻഫെക്ഷൻ. അതായത് ESR താഴെ കൊടുത്തിരിക്കുന്നതിൽ എലിവേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് അറിയേണ്ടത്. കാരണം ബാക്കിയുള്ളതെല്ലാം എലിവേറ്റ് ചെയ്യുന്നുണ്ട്, എക്സെപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. കാരണം ബാക്കിയുള്ള കേസിൽ ഇപ്പോൾ റൊമാറ്റിക് ഫീവറിന്റെ കേസിലായിക്കോട്ടെ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ കേസിലായിക്കോട്ടെ, എന്തെങ്കിലും പയോജനിക് ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കോട്ടെ, ആ കേസിലൊക്കെ ESR കൂടുന്നുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കേസിൽ ESRൽ എലിവേഷൻ സംഭവിക്കുന്നില്ല. സോ ESR കൂടുന്ന കേസ് ഏതൊക്കെയാണ്, ESR കുറയുന്ന കേസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ESRനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സുകളും കാര്യങ്ങളും നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ് ഈ ESR എന്ന് പറഞ്ഞാൽ? ESR മീൻസ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് അല്ലെ. ESRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്നാണ്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എറിത്രോസൈറ്റ്, അതായത് RBC സെഡിമെന്റ് ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ റേറ്റ് അറ്റ് വിച്ച് RBC സെറ്റിൽ ഡൗൺ ഫ്രം പ്ലാസ്മ അല്ലെങ്കിൽ ആന്റികോയാഗുലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ ഒരു ട്യൂബിൽ വെക്കുകയാണെങ്കിൽ അവിടുന്ന് RBC എങ്ങനെയാണ് സെറ്റിൽ ആവുന്നത് അല്ലെങ്കിൽ സെഡിമെന്റ് ആവുന്നതിന്റെ റേറ്റ് ആണ് ഈ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളത് 1 ഹവറിലാണ് റീഡ് ചെയ്യുന്നത്. ആഫ്റ്റർ 1 ഹവർ ആണ് റീഡ് ചെയ്യുന്നത്. mm/h ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ESRന്റെ നോർമൽ വാല്യൂ പഠിക്കുന്ന സമയത്ത് അതിന്റെ യൂണിറ്റ് പറയാറില്ലേ? യെസ്, mm/h. അവറിൽ എത്ര mm എന്നുള്ള രീതിയിലാണ് നമ്മളത് പഠിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻസോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോൺ സ്പെസിഫിക് ടെസ്റ്റ് ആണ്. നമുക്ക് ESR കൂടി കഴിഞ്ഞാൽ ഇന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇന്ന ഇൻഫ്ലമേഷൻ ആണെന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. അതിന് ഇൻഫെക്ഷൻസിലും ഇൻഫ്ലമേഷൻസിലും അതുപോലെ എന്തെങ്കിലും മാലിഗ്നൻസി ഉണ്ടാകുമ്പോഴൊക്കെ ESR കൂടാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ESRനെ പറ്റി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ആ ട്രീറ്റ്മെന്റ് ഒന്ന് മോണിറ്റർ ചെയ്യാനും കൂടി വേണമെങ്കിൽ നമുക്ക് ESR ജസ്റ്റ് ഒരു ആ ഒരു പർപ്പസിനും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രിൻസിപ്പിൾ എന്താണ് ഈ ശരിക്കും ഈ ESRന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്, നമ്മളിപ്പം RBCക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ബ്ലഡിൽ RBC എപ്പോഴും ക്ലോട്ടഡ് ആയിട്ടോ കൂടിയിട്ടോ അല്ല നിൽക്കുന്നത്. കാരണം RBCക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അത് പരസ്പരം നെഗറ്റീവ് വരുമ്പോൾ അവര് കൂടിച്ചേരില്ല അല്ലെ, അവര് റിപ്പൽ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഓരോ RBCയും അത് റിപ്പൽ ചെയ്യുന്നതിന് അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അത് അവര് ഒന്ന് കൂടി ചേരാണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നമ്മളെ പ്ലാസ്മയിലുള്ള ഈ ഫൈബ്രിനോജൻസും അതുപോലെ ഗ്ലോബുലിനും ഒക്കെ ഈ RBC മെംബ്രെയിനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഈ RBC റൂളെക്സ് ഫോം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നിന്റെ മൂളയായിട്ട് ഇങ്ങനെ റൂളെക്സ് ആയിട്ട് ഫോം ചെയ്തിരിക്കും. സോ അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. റൂളെക്സ് ഫോർമേഷൻസ് കോസ് ഫാസ്റ്റ് settling due to plasma proteins like fibrinogen, globulin neutralizing the RBC. ഈ റൂളെക്സ് ഫോർമേഷൻ സ്പീഡപ്പ് ചെയ്യും ഈ പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിനും RBCന്റെ മുകളിൽ വന്ന് ബൈൻഡ് ചെയ്യും. സോ ഇതിന്റെ സ്റ്റെപ്പുകൾ ESRന്റെ സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 3 സ്റ്റെപ്പ് ആയിട്ടാണ് പറയാറുള്ളത്. റൂളെക്സ് ഫോർമേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് റൂളെക്സ് ഫോർമേഷൻ ആണ്, സെക്കൻഡ് സ്റ്റെപ്പ് സെഡിമെന്റേഷൻ ആണ്, തേർഡ് സ്റ്റെപ്പ് പാക്കിംഗ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേജ് ഓഫ് അഗ്രിഗേഷൻ എന്ന് പറയാം കേട്ടോ. അഗ്രിഗേഷൻ. അപ്പൊ 3 സ്റ്റെപ്പ് ആണുള്ളത്.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഗ്രിഗേഷൻ ഓർ റൂളക്സ് ഫോർമേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റേജ് ഓഫ് സെഡിമെന്റേഷൻ, തേർഡ് സ്റ്റെപ്പ് സ്റ്റേജ് ഓഫ് പാക്കിംഗ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്ന 10 മിനിറ്റ്സും സെക്കൻഡ് സ്റ്റെപ്പ് 40 മിനിറ്റ്സും ബാക്കിയുള്ള 10 മിനിറ്റ്സ് പിന്നെ തേർഡ് സ്റ്റെപ്പും ആണ് നടക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ 1 അവർ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ നോർമൽ റേഞ്ച് എടുക്കുകയാണ്. ഒരു ESRന്റെ വാല്യൂ നോർമൽ എടുക്കുമ്പോൾ നമ്മൾ പല മെത്തേഡിൽ ESR ചെയ്യാറുണ്ട്. അതിൽ വിൻഡ്രോപ്സ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ വാല്യൂ 0 to 10 മെയിൽസിലും 0 to 20 mm/h ഫീമെയിൽസിലാണ് പറഞ്ഞത്. ഓർത്തു വെക്കേണ്ടത് ESR എപ്പോഴും മെയിൽസിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. PCV ഇല്ലേ, PCV എപ്പോഴും ESR എപ്പോഴും ഫീമെയിൽസിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, PCV എപ്പോഴും മെയിൽസിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമുക്കറിയാം മെയിൽസിലാണ് RBC കൗണ്ട് കൂടുതൽ വരുന്നത്. സോ മെയിൽസിലാണ് PCV കൂടുതൽ ഉണ്ടാവുക, ESR കൂടുതൽ ഉണ്ടാവുന്നത് ഫീമെയിൽസിലാണ്. അപ്പൊ 0 to 10 mm/h മെയിൽസിലും 0 to 20 mm/h ഫീമെയിൽസിലുമാണ്. ഇനി വെസ്റ്റ്ഗ്രൻസ് മെത്തേഡിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും. 0 to 5 mm/h ആണ് മെയിൽസിൽ വരുന്നത്, 0 to 7 mm/h ആണ് ഫീമെയിൽസിൽ. എന്തായാലും ഫീമെയിൽസിലാണ് കൂടുതൽ വരുന്നത്. സോ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ESR എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൽ ഏതൊക്കെ സ്റ്റേജസ് ആണ്, അതിന്റെ യൂണിറ്റ്സ് എന്താണ്, അതുപോലെ അതിന്റെ നോർമൽ വാല്യൂ എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പോകാനുള്ളത് ഈ ESRന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പണ്ടേ പഠിക്കാറുണ്ട്, ഈ സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ESR ചെയ്യുന്ന സ്ഥലത്ത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ അത് ESRന്റെ വാല്യൂവിനെ വാരി ചെയ്യുന്നു. അതേപോലെ കുറച്ച് ഫാക്ടേഴ്സുകൾ ESRന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്ലാസ്മ ഫാക്ടർ. പ്ലാസ്മ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ RBCന്റെ മുകളിൽ ഫൈബ്രിനോജനും ഗ്ലോബുലിനും വരുന്ന സമയത്ത് അത് റൂളക്സ് ഫോർമേഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും എന്നുള്ളത്. അപ്പൊ ESRും കൂടും. കാരണം അത് സെറ്റിൽ ചെയ്യുന്നത് കൂടുന്നതനുസരിച്ച് ഫൈബ്രിനോജനും ഗ്ലോബുലിനും കൊളസ്ട്രോളും കൂടുന്ന സമയത്ത് ESR കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്ക് കൊളസ്ട്രോളിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ESR കൂടുതലായിരിക്കും. അപ്പൊ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, കൊളസ്ട്രോളിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് ESR കൂട്ടുന്നുണ്ട്. പക്ഷെ ആൽബുമിനും ലെസിത്തിനും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് ESR കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആൽബുമിനും ലെസിത്തിനും എന്താണ് ചെയ്യുന്നത്, ESRനെ കുറയ്ക്കുകയാണ്. ഫൈബ്രിനോജനും ഗ്ലോബുലിനും കൊളസ്ട്രോളും ESRന്റെ വാല്യൂവിനെ കൂട്ടാണ്. പിന്നെ കുറച്ച് ഇത് പ്ലാസ്മ ഫാക്ടർ ആണ്, പ്ലാസ്മയിലുള്ള കാര്യങ്ങളാണ്. ഇനി RBC ഫാക്ടർ. RBCയും ESRും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBC കൗണ്ട് കുറയുന്ന സമയത്ത് നമുക്കറിയാം RBC വന്ന് സെറ്റിൽ ആവുന്നത് താഴോട്ടാണ്. അതല്ല നമ്മൾ റീഡ് ചെയ്യുന്നത് അല്ലെ, പ്ലാസ്മന്റെ ലെവലാണ് ESRൽ നമ്മൾ റീഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ESR ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യല്ല കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ESRന്റെ വാല്യൂ RBC കുറയുമ്പോൾ നമുക്കറിയാം അത് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പ്ലാസ്മന്റെ വാല്യൂ അവിടെ കൂടും. സോ RBC കുറയുമ്പോൾ ESR കൂടുകയാണ് ചെയ്യുന്നത്. RBC കുറഞ്ഞു, ESR കൂടി. അതുപോലെ മാക്രോസൈറ്റ് ആവും. മാക്രോസൈറ്റ് ഇപ്പൊ ഇതിലാണ്ട് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അത് മെഗാലോബ്ലാസ്റ്റിക് അനിമിയയിലൊക്കെ വലിയ RBC ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു സമയത്തും ESR കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ RBC കൗണ്ട് കൂടുമ്പോൾ ESR കുറയും. അവിടെ പാക്ഡ് സെൽസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് ESR കുറയും. അതേപോലെ തന്നെ മൈക്രോസൈറ്റ് ആവുന്ന സമയത്ത്, സിക്കിൾ സെൽ ആവുന്ന സമയത്ത്, സ്ഫീറോസൈറ്റ് ആവുന്ന സമയത്തൊക്കെ ESR കുറയാണ്. മാക്രോസൈറ്റ് ആവുമ്പോൾ ESR കൂടും. മൈക്രോസൈറ്റും സ്ഫീറോസൈറ്റും സിക്കിൾ സെല്ലും ഒക്കെ ആവുന്ന സമയത്ത് ESR കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെന്നിനെക്കാളും വുമൻസിനായിരിക്കും, ഫീമെയിൽസിനായിരിക്കും ESR കൂടുതലുണ്ട്. അതേപോലെ പ്രഗ്നൻസിന്റെ കേസിലും ഓൾഡ് ഏജ് കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ കുട്ടികളിലും നല്ല ESR കുറവായിരിക്കും. അഡൽട്ടിലാവുമ്പോൾ കുറച്ചുകൂടി കൂടും, ഓൾഡ് ഏജ് ആവുമ്പോൾ നല്ല കൂടും. അപ്പൊ ഒരു നല്ല വയസ്സായിട്ടുള്ള ആൾക്കാർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ESR നോർമലി ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ESR അത്യാവശ്യം കൂടുതലായിരിക്കും എന്നുള്ളത് മൈൻഡിൽ ഉണ്ടാക്കി വെക്കാം. നമ്മളിപ്പോ പറയുന്ന പോയിന്റ്സുകളൊക്കെ നമ്മളൊരു ക്ലിനിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് മൈൻഡിൽ വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇൻഫൻസിൽ നാച്ചുറലി ലോ ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുട്ടികളിൽ അല്ലെങ്കിൽ ഇൻഫൻസിലൊക്കെ ESR നല്ല കുറവായിരിക്കും എന്നുള്ളത്. ഇനി ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ്, അതായത് നമ്മളിപ്പോ ചെയ്യുന്ന ടെമ്പറേച്ചർ. നമ്മൾ സാധാരണ ഒരു റൂം ടെമ്പറേച്ചർ 20 to 25 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും നമ്മൾ ESR ചെയ്യാറുള്ളത് അല്ലെ. പക്ഷെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ESR വാല്യൂ കൂട്ടും. അതായത് ഓരോ 3 ഡിഗ്രി നമ്മൾ റൂം ടെമ്പറേച്ചറിന് 25 വരെ അത് കഴിഞ്ഞ് ഓരോ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും 1 mm ESR വാല്യൂ കൂടുന്നതാണ്. ഓക്കെ, ഓരോ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും 1 mm
ESRന്റെ വാല്യൂ കൂടുന്നതാണ്. അതുപോലെ ലോങ് ട്യൂബ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചും നമ്മൾ ESRന്റെ വാല്യൂവിൽ വ്യത്യാസം കൂടും. പിന്നെ ആംഗിള്, നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടാണ് ESRന്റെ ആ ഒരു സ്റ്റാൻഡിൽ വെക്കാറുള്ളത്. പക്ഷെ നമ്മളത് ചരിച്ചു വെക്കാണ്. അപ്പൊ ആ ചരിച്ചു വെക്കുന്നതിനനുസരിച്ച് ഇപ്പൊ ഒരു 3 ഡിഗ്രിനേക്കാളും ചരിച്ചു വെക്കുകയാണെങ്കിൽ 3 ഡിഗ്രിനേക്കാളും ചരിച്ചു വെക്കുകയാണെങ്കിൽ ഒരു 30% ESRന്റെ വാല്യൂവിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. 30% ഓളം ESRന്റെ വാല്യൂവിൽ നമ്മൾ ഒരു 3 ഡിഗ്രി ഒക്കെ ചരിച്ചു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൂടുകയാണെങ്കിൽ ഒരു 1 mm കൂടുന്ന് പറഞ്ഞതുപോലെ ഒരു 3 ഡിഗ്രി ഒക്കെ ചരിച്ചു വെക്കുമ്പോഴേക്ക് തന്നെ ഒരു 30%ഓളം ESRന്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഡ്രഗ്സ് എടുക്കുകയാണ്, ഇപ്പൊ ഡെക്സ്ട്രാന് അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ എടുക്കുമ്പോൾ ESRന്റെ വാല്യൂ എന്താവാറുണ്ട്, കൂടാറുണ്ട്. അപ്പൊ വെറുതെ ഒരു ഇൻഫ്ലമേഷൻസ് വന്നാൽ മാത്രമല്ല ESR കൂടുന്നത്, ഈ ഒക്കെ കേസിൽ ESRന്റെ വാല്യൂ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും ESRനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ESR ഡയറക്റ്റ് സൺലൈറ്റിന്റെ അണ്ടറിൽ വെക്കാണ്. നമ്മൾ സാധാരണ ESR ചെയ്ത് നേരെ കീപ്പ് ചെയ്യല്ലോ, അത് ജനലിന്റെ സൈഡിൽ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ ESR വാല്യൂ കൂടും. സോ അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ESR കുറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഹീമോലൈസിസ്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലഡ് എടുക്കുന്നത് ഹീമോലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ് നമ്മൾ ESR ചെയ്യുന്നത് എടുക്കാനും ESRന്റെ വാല്യൂ കുറയും. അതുപോലെ ക്ലോട്ടഡ് ആയിട്ടുള്ള ബ്ലഡ് എടുത്ത് ESR ചെയ്യാണ്, ESRന്റെ വാല്യൂ കുറയും. ടെമ്പറേച്ചർ കുറച്ച്, നല്ല ടെമ്പറേച്ചർ നമ്മൾ കുറച്ചിട്ടാണ് ESR ചെയ്യുന്നത്, നല്ല AC-യിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് ചെയ്യുമെങ്കിൽ ESRന്റെ വാല്യൂ കുറയും. അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ്സ് ആയിട്ടുള്ള ആസ്പിരിൻ, കോർട്ടിസോൺ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ESRന്റെ വാല്യൂ, നമ്മൾ അത് എടുത്തിട്ടുള്ള ഒരാൾക്ക് ESRന്റെ വാല്യൂ നോർമലി കുറവായിരിക്കും. അതൊക്കെ കുറച്ച് ടെക്നിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടീഷൻസ്. ESRന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. ESRന്റെ വാല്യൂ കൂടുന്ന കണ്ടീഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് എന്തായിരിക്കും, ESRന്റെ വാല്യൂ കൂടുതലായിരിക്കും. പ്രഗ്നൻസിയിൽ മാത്രമല്ല, അനീമിയന്റെ കേസിൽ, കാരണം അനീമിയന്റെ കേസിൽ നമ്മൾ RBC കൗണ്ട് കുറയല്ലോ, സോ അനീമിയന്റെ കേസിൽ ESR കൂടുതൽ. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പം, അതുപോലെ ഇൻഫ്ലമേഷൻസ് വരുമ്പം, TBന്റെ കേസിൽ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ കേസിൽ, മൾട്ടിപ്പിൾ മൈലോമിന്റെ കേസിലൊക്കെ ESRന്റെ വാല്യൂ കൂടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവറിന്റെ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ESRന്റെ വാല്യൂ കൂടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ESRന്റെ വാല്യൂ കുറയുന്നതെന്ന് പറയുമ്പോൾ RBCന്റെ അവിടെ കൂടുകയാണെന്നുള്ളത് പോളിസൈത്തീമിയന്റെ കേസിൽ, സിക്കിൾ സെൽ അനീമിയന്റെ കേസിൽ, സ്പീറോസൈറ്റോസിന്റെ കേസിൽ, ഹൈപ്പർ വിസ്കോസിറ്റി സിൻഡ്രത്തിന്റെ കേസിൽ, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുന്ന കേസിൽ ഒക്കെ ESRന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, ഇത് ബേസ്ഡ് ആയിട്ടായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ, ഇത് ബേസ്ഡ് ആയിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഓരോ കണ്ടീഷൻസും ഓർത്ത് വെക്കുക. കൂടുന്ന കണ്ടീഷൻ പ്രഗ്നൻസി, അനീമിയ, ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്, TB, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ, മൾട്ടിപ്പിൾ മൈലോമ. ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ പോളിസൈത്തീമിയ, സിക്കിൾ സെൽ, സ്പീറോസൈറ്റോസിസ്, ഹൈപ്പർ വിസ്കോസിറ്റി സിൻഡ്രോം, ഇതിലൊക്കെ ESRന്റെ വാല്യൂ കുറവാണ്. അതുപോലെ മൈക്രോ സൈറ്റോസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്, ESR ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സുകൾ ഉണ്ട് അല്ലെ. ഞാനിവിടെ പ്രൊസീജിയർ വൈസ് ഓരോന്നും ഡിസ്കസ് ചെയ്യല്ല, ഓരോന്നും നമ്മൾ അതിന്റെ പോയിന്റ് വൈസ് ഡിസ്കസ് ചെയ്ത. ഫസ്റ്റ് മെത്തേഡ് ആണ് വിൻഡ്രോപ്സ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡ്രോപ്സ് ട്യൂബ് ആണ്. ആ വിൻഡ്രോപ്സ് ട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് 110 mm ലോങ് ഉള്ള ട്യൂബാണ്. 110 mm ലോങ് ഉള്ള ട്യൂബാണ്. അതിന്റെ ബോർ സൈസ് എന്ന് പറയുന്നത് 2.5 mm. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, നമ്മൾ പ്രീവിയസ് PYQൽ ചോദിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ട്യൂബ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഒരു ലോങ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും, ഒരു സൈഡ് നമ്മൾ ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് ഒരു പിപ്പറ്റ്, പാസ്റ്റർ പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് വേണ്ടി വരും നമ്മൾ അതിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഒരു സൈഡ് ക്ലോസ്ഡ് ആണല്ലോ, സോ അതുകൊണ്ട് ഒരു പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് വേണം അതിലേക്ക് നമ്മൾ ബ്ലഡ് ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വെർട്ടിക്കലി സ്റ്റാൻഡിൽ വെച്ച് 1 hour കീപ്പ് ചെയ്യാണ്, അതിനുശേഷം റീഡ് ചെയ്യാണ് ചെയ്യുന്നത്.
നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് വിൻഡ്രോപ്സ് മെത്തേഡിലാണെങ്കിൽ EDTA ബ്ലഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ വാല്യൂ 0 to 10 mm മെയിൽസിലും 0 to 20 mm/h ഫീമെയിൽസിലുമായിരിക്കും വിൻഡ്രോപ്സ് മെത്തേഡിൽ നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിൽ പറയുകയാണെങ്കിൽ ആ ഈ ട്യൂബ് ഉണ്ടാവില്ലേ, നമ്മൾ പറഞ്ഞു ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഈ ട്യൂബില് രണ്ട് സൈഡും നമുക്ക് മാർക്കിംഗ് ഉണ്ടാവും. 110 mm ലോങ് ആയിട്ടുള്ള ട്യൂബാണ്. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും മാർക്കിംഗ് ഉണ്ടാവും. രണ്ട് സൈഡിൽ എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ 0 to 0, 1, 2, 3, 10 എന്നുള്ള രീതിയിലായിരിക്കും. ഇവിടെ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ ഡ്യുവൽ സൈഡിലെ കാലിബ്രേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു വിൻഡ്രോപ്സ് ട്യൂബിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. കാരണം നമ്മൾ ഇത് രണ്ട് പർപ്പസസിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. വിൻഡ്രോപ്സ് ട്യൂബ് നമുക്ക് PCV നോക്കാനും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ESRനും വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ESRന് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും റീഡിങ് എടുക്കുന്നത്, അല്ല PCVക്ക് താഴേന്ന് മുകളോട്ടായിരിക്കും റീഡിങ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ഈ വിൻഡ്രോപ്സ് ട്യൂബ് ഡ്യുവൽ സൈഡിലെ കാലിബ്രേഷൻ കാണിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. എത്രയാണ് അതിന്റെ ലോങ്, എങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് വരുന്നത് എന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 2.5 mm ബോർഡ് സൈസ് ആണ്. EDTA ബ്ലഡ് ആണ് വിൻഡ്രോപ്സ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വെസ്റ്റഗ്രെൻസ് മെത്തേഡ്. ഈ വെസ്റ്റഗ്രെൻ മെത്തേഡ് ആണ് നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. അതുപോലെ ICHS റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി, ഈ സ്റ്റാൻഡേർഡൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡും ഈ വെസ്റ്റഗ്രെൻസ് മെത്തേഡ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന സാമ്പിൾ എന്ന് പറയുന്നത് 3.8% ട്രൈസോഡിയം സിട്രേറ്റ് ഉണ്ടാവില്ലേ, ആ ട്രൈസോഡിയം സിട്രേറ്റ് 3.8% ട്രൈസോഡിയം സിട്രേറ്റ് 1:4 റേഷ്യോയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1:4 റേഷ്യോയില് 3.8% സോഡിയം സിട്രേറ്റ് മിക്സ് ചെയ്ത ബ്ലഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വിൻഡ്രോപ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റഗ്രെൻ മെത്തേഡ് ട്യൂബ് എന്ന് പറയുമ്പോൾ വിൻഡ്രോപ്സ് ട്യൂബിനെക്കാളും കുറച്ചും കൂടി വലിയ 300 mm ലോങ് ആയിട്ടുള്ള ട്യൂബാണ്. 2.5 mm ആണ് ബോർഡ് സൈസ് വരുന്നത്, പക്ഷെ 300 mm ലോങ് ആയിട്ടുള്ള ട്യൂബാണ്. രണ്ട് സൈഡിലും നമ്മൾ എന്തുണ്ട്, ഓപ്പൺ ആയിട്ടുള്ള ട്യൂബാണ്. ബോത്ത് എൻഡ് വിൻഡ്രോപ്സിൽ ഒരു സൈഡല്ല ഓപ്പൺ, ഇത് രണ്ട് സൈഡിലും ഓപ്പൺ ആയിട്ടുള്ള ട്യൂബാണ്. നമ്മൾ ഇതിന്റെ നോർമൽ വാല്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 to 5 mm/h മെയിൽസിലും 0 to 7 mm/h ഫീമെയിൽസിലുമാണ് അതിന്റെ നോർമൽ വാല്യൂ വരുന്നത് എന്നുള്ളത്. അതായത് 300 mm ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു 30 സെന്റിമീറ്റർ ലെങ്ത് ആണ്. ഇനി സെന്റിമീറ്ററിൽ ചോദിച്ചാൽ അങ്ങനെ പറയാം. ഏകദേശം ഒരു 1 ml ബ്ലഡിനാണ് അത് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും നമുക്ക് അതിന്റെ മാർക്കിംഗ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും 0 to 200 mm വരെ ആയിരിക്കും അതിന്റെ മാർക്കിംഗ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു വെസ്റ്റഗ്രെൻ മെത്തേഡിൽ പറയാനുള്ളത്. ഇനി മൈക്രോ സെഡിമെന്റേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പിപ്പറ്റ് എന്ന് പറയുന്നത് ലാൻഡോ പിപ്പറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലഡ് എന്ന് പറയുന്നത് കാപ്പിലറി ബ്ലഡ് ആണ്. നമ്മൾ സാധാരണ മറ്റേതിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലഡ് വീനസ് ബ്ലഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ കാപ്പിലറി ബ്ലഡ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് 5 gram/dl ഉള്ള ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. കാപ്പിലറി ബ്ലഡും 5 gram/dl ട്രൈസോഡിയം സിട്രേറ്റും ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. സോ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഇൻഫന്റ്സിന്റെ കേസിൽ അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസ് മതി. ഇതിന്റെ ഒരു പോസിറ്റീവ് ആണ് നമുക്ക് ഇവിടെ കാപ്പിലറി ബ്ലഡ് മതി എന്നുള്ളത്. സോ മൈക്രോ സെഡിമെന്റേഷൻ മെത്തേഡില് ലാൻഡോ പിപ്പറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാപ്പിലറി ബ്ലഡ് ആണ് യൂസ് ചെയ്യുക. അതും 5 gram/dl ട്രൈസോഡിയം സിട്രേറ്റും യൂസ് ചെയ്യും. നമ്മൾ ഇൻഫന്റ്സിന്റെ കേസിലൊക്കെ ഇത് എടുക്കാം. കാപ്പിലറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പിൾ മതി എന്നുള്ളത് ഇതിന്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ സീറ്റ സെഡിമെന്റേഷൻ റേറ്റ്. ഈ സീറ്റ സെഡിമെന്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കാപ്പിലറി ട്യൂബിലാണ് ഇത് ചെയ്യുന്നത്. സോ ഇത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ആയിട്ടുള്ള സീറ്റ സെൻട്രിഫ്യൂജിൽ നമ്മൾ ഇതിനെ ഒരു 3 to 4 minutes നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂജിനെയാണ് നമ്മൾ സീറ്റ ഫ്യൂജ് ഓർ സീറ്റ സെൻട്രിഫ്യൂജ് എന്ന് പറയാറുള്ളത്. നമുക്കിവിടെ സ്മോൾ വോളിയം സാമ്പിളുള്ള ഏത്
ബ്ലഡ് എടുത്ത്, ഇപ്പൊ കാപ്പിലറി ബ്ലഡ് ആയിക്കോട്ടെ, നമുക്ക് ഏത് ബ്ലഡ് എടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ സീറ്റ സെഡിമെന്റേഷൻ മെത്തേഡ് ചെയ്യാം. നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത് സീറ്റാക്രിറ്റിലാണ്. അതായത് സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം നമ്മളൊരു എന്താണ് ട്യൂബ്, ഒരു സ്പെഷ്യൽ റീഡർ ഉണ്ടാവും, അതിനെയാണ് നമ്മൾ സീറ്റാക്രിറ്റ് എന്ന് പറയുന്നത്. സോ ആ സ്പെഷ്യൽ റീഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ESR മെഷർ ചെയ്യുന്നത്. ഇതൊരു റാപ്പിഡ് ടെസ്റ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് ആണ്. നമ്മൾ പീഡിയാട്രിക്കിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സീറ്റ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മളവിടെ സീറ്റ ഫ്യൂജും സീറ്റ ക്രിട്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ESRൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which tube is used for the determination of macrohematocrit? Option A, Western tube. Option B, Wintrop's tube. Option C, Sally's tube. Option D, capillary tube. അതായത് നമ്മളെ ഹെമറ്റോക്രിറ്റിന്, അതും മാക്രോ ഹെമറ്റോക്രിറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂബ് ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? വിൻട്രോപ്സ് ട്യൂബ്. വിൻട്രോപ്സ് ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാക്രോ ഹെമറ്റോക്രിറ്റ് ചെയ്യാറുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഹെമറ്റോക്രിറ്റ്, ഏതൊക്കെ ട്യൂബ് മെത്തേഡാണ് നമ്മൾ അതിൽ ചെയ്യുന്നതും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെന്താണ് പറയുന്നത്, PCV ഓർ പാക്ഡ് സെൽ വോളിയം എന്നാണ് പറയുന്നത് അല്ലെ, പാക്ഡ് സെൽ വോളിയം. ഈ പാക്ഡ് സെൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, the ratio of volume of erythrocyte to the volume of whole blood. നമ്മള് ടോട്ടൽ വോളിയം ഓഫ് ഹോൾ ബ്ലഡില് എത്രത്തോളം വോളിയം ഓഫ് RBC ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും സെയിം ആണ്. PCV എന്ന് പറഞ്ഞാലും ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മൾ നേരത്തെ ESR പഠിച്ചപ്പം അത് mm/hourലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് പഠിച്ചത്. ഇവിടെ PCV ഓർ ഹെമറ്റോക്രിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്. പെർസെന്റേജിലാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഹെമറ്റോക്രിറ്റിന്റെ കറക്റ്റ് മീനിങ് പറയുകയാണെങ്കിൽ ടു സെപ്പറേറ്റ് ബ്ലഡ് എന്നുള്ളതാണ് ഹെമറ്റോക്രിറ്റിന്റെ മീനിങ്. സോ നമ്മൾ ഇത് കൂടാണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ PCV കണ്ടുപിടിക്കാണ്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് PCV എങ്ങനെയാ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, നമ്മളത് റൂൾ ഓഫ് 9 ഉണ്ടായിരുന്നു അല്ലെ. റൂൾ ഓഫ് 9ൽ നമുക്ക് ഹെമറ്റോക്രിറ്റ് ഓർ PCV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, PCV ഈക്വൽ ടു HB × 3. നമ്മൾ റൂൾ ഓഫ് 9 എങ്ങനെയായിരുന്നു പറയുന്നത്? റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ RBC × 3 ഈസ് ഈക്വൽ ടു HB, HB × 3 ഈസ് ഈക്വൽ ടു PCV. സോ ഇവിടെ നമുക്കൊരു RBCന്റെ കൗണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം PCV എത്രയുണ്ട്, HB എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ റൂൾ ഓഫ് 9 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന PCV ഓർ ഹെമറ്റോക്രിറ്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? HB എത്രയാണോ അതിന്റെ 3 ഇരട്ടി ആയിരിക്കും PCV ഓർ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഹെമറ്റോക്രിറ്റിന്റെ നോർമൽ വാല്യൂ ആണ് പഠിക്കാനാണ്. നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മാക്രോ ഹെമറ്റോക്രിറ്റ് നമ്മൾ ഇവിടെ പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 40 to 55% ഓർ 54% ആണ് മെയിൽസിൽ വരുന്നത്. ESR ഫീമെയിൽസിലാണ് കൂടുക എന്ന് പറഞ്ഞതെങ്കിൽ PCV കൂടുന്നത് മെയിൽസിലായിരിക്കും. സോ 40 to 55% ആയിരിക്കും. ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ ഒരു 35 to 45 or 47% ആയിരിക്കും ഫീമെയിൽസിൽ വരുന്നത് പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. എന്നാൽ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിൻട്രോപ്സ് ട്യൂബ് യൂസ് ചെയ്ത് ചെയ്യുന്നത് മാക്രോ ഹെമറ്റോക്രിറ്റ് ആണ്. എന്നാൽ മൈക്രോ ഹെമറ്റോട്യൂബ് മെത്തേഡിൽ നമ്മളത് റേഷ്യോ ആണ് പറയുന്നത്. 0.45 to 0.51 ആണ് മെയിൽസിൽ വരുന്നത്. 0.36 to 0.45 ആണ് ഫീമെയിൽസിൽ വരുന്നത്. രണ്ടും ഒന്നും നമ്മൾ നേരത്തെ ESRന്റെ കേസിൽ നമുക്ക് വെസ്റ്റഗ്രെൻ മെത്തേഡിലും വിൻട്രോപ്സ് മെത്തേഡിലും രണ്ട് നോർമൽ വാല്യൂ പഠിച്ചു. അതേപോലെ ഇവിടെ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിലും മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിലും നമുക്ക് രണ്ട് നോർമൽ വാല്യൂ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സുകൾ പറയാം. അതായത് മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡില് നമ്മളിവിടെ മൈക്രോ ആണ്.
ഓക്കെ, നമുക്ക് മൈക്രോ ഹെമറ്റോക്രിറ്റും ഉണ്ട്, മാക്രോ ഹെമറ്റോക്രിറ്റും ഉണ്ട്. അതിൽ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിനെ നമ്മൾ ആഡംസ് മെത്തേഡ് എന്ന് പറയാറുണ്ട്, ഓർ ഡ്രമോൺസ് മെത്തേഡും എന്നും കൂടി നമ്മൾ പറയാറുണ്ട് ഈ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ. ഈ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂബ് എന്ന് പറയുന്നത് കാപ്പിലറി ട്യൂബ്, ഒരു 8 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു കാപ്പിലറി ട്യൂബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഗ്രാജുവേറ്റഡ് ഒന്നല്ല. നമ്മൾ മൈക്രോ ഹെമറ്റോക്രിറ്റ് റീഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം, അതിന്റെ റിസൾട്ട് റീഡ്. ഈ കാപ്പിലറി ട്യൂബ് മെത്തേഡിൽ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബിലാണ് നമ്മൾ 8 സെന്റിമീറ്റർ ഉള്ള കാപ്പിലറി ട്യൂബിൽ അല്ലെങ്കിൽ 1 mm പോർഷൻസ് ഉള്ള കാപ്പിലറി ട്യൂബിലേക്ക് ബ്ലഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, സെൻട്രിഫ്യൂജ് ചെയ്യണം അല്ലെ. സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിന്റെ സ്പീഡും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ നോട്ട് ചെയ്തോളൂ. സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് 12,000 RPM 5 minutes ആണ് കേട്ടോ. 12,000 RPM 5 minutes ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഇവിടെ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന ടെമ്പറേച്ചർ. നമ്മൾ കോമൺ മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മൾ ട്യൂബിലേക്ക് ബ്ലഡ് ആഡ് ചെയ്തതിന് ശേഷം, കറക്റ്റ് മാർക്കിംഗ് വരെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളത് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിന് ശേഷം നമ്മൾ താഴെയുള്ള ആ പാക്ഡ് റെഡ് സെല്ലിന്റെ മെഷർമെന്റ് ആണ് എടുക്കാറുള്ളത് അല്ലെ. പാക്ഡ് റെഡ് സെല്ലിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ PCV എടുക്കാറുള്ളത്. സോ ഇവിടെ നമ്മൾ കാപ്പിലറി ട്യൂബിലേക്കാണ് ബ്ലഡിനെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ 12,000 RPM നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ PCVന് ഒരു റീഡർ ഉണ്ടാവും. നമ്മൾ ആ റീഡർ മൈക്രോ ഹെമറ്റോക്രിറ്റ് കാർഡ് റീഡർ ഉണ്ടാവും. ആ കാർഡ് റീഡർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. സോ ഇതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെ, വെരി ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഈ മൈക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു മെത്തേഡും കൂടി പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ്. മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ട്യൂബാണ് യൂസ് ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ PPT സ്ലൈഡ് കാണുന്നില്ല. സോ നമുക്ക് എന്തായാലും ഇവിടെ പഠിക്കാം. മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിൻഡ്രോപ്സ് മെത്തേഡാണ്. ഈ വിൻഡ്രോപ്സ് ട്യൂബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ESR കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ESRലും നമ്മൾ വിൻഡ്രോപ്സ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിൻഡ്രോപ്സ് ട്യൂബിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. വിൻഡ്രോപ്സ് ട്യൂബ് എന്ന് പറഞ്ഞാൽ 11 സെന്റിമീറ്റർ ലോങ് ഉള്ള ട്യൂബാണ്. 2.5 mm ആയിരുന്നു അതിന്റെ ബോർഡ് സൈസ്. അതിന് 1 ml കപ്പാസിറ്റി വരുന്നുണ്ട്. 2 സൈഡിലും മാർക്കിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് അതിൽ PCVയും റീഡ് ചെയ്യണം, ESRും റീഡ് ചെയ്യണം. അതുകൊണ്ടായിരുന്നു 2 സൈഡിലും മാർക്കിംഗ്. ഒന്നിൽ ഇങ്ങനെ 0 to 10 എന്നുള്ള രീതിയിലായിരുന്നു മാർക്കിംഗ്. മറ്റേ സൈഡിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് വരെ 10 ഇങ്ങനെ രീതിയിലായിരുന്നു മാർക്കിംഗ് വരുന്നത്. സോ ഇതായിരുന്നു നമ്മൾ ഈ വിൻഡ്രോപ്സ് ട്യൂബിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ബ്ലഡ് എന്ന് പറയുന്നത് EDTA മിക്സ് ചെയ്ത ബ്ലഡ് അല്ലെങ്കിൽ വിൻഡ്രോപ്സ് മിക്സ്ചറുമായിട്ട് മിക്സ് ചെയ്ത ബ്ലഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, എന്റെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ EDTA ബ്ലഡോ അല്ലെങ്കിൽ വിൻഡ്രോപ്സ് മിക്സ്ചറായിട്ട് മിക്സ് ചെയ്ത ബ്ലഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആന്റികോലാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് EDTA ഓർ വിൻഡ്രോപ്സ് മിക്സ്ചർ ആണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ട്യൂബിലേക്ക് പാസ്റ്റർ പിപ്പറ്റ് യൂസ് ചെയ്ത് ബ്ലഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് എന്നാണ് 3000 RPM 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സെൻട്രിഫ്യൂജ് ചെയ്യാറുള്ളത്. സോ അതിനുശേഷം സെൻട്രിഫ്യൂജ് ചെയ്തതിനു ശേഷം താഴെ വരുന്ന ആ ഒരു പാക്കഡ് സെല്ല് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യാറുള്ളത്, റീഡ് ചെയ്യാണ് ചെയ്യാം. സോ അതാണ് ഈ വിൻഡ്രോപ്സ് മെത്തേഡ് ഓർ മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മാക്രോ ഹെമറ്റോക്രിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയിന്റും കൂടി നമ്മൾ ഈ PCVന്റെ കാര്യത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെമറ്റോക്രിറ്റ് വാല്യൂ ആൻഡ് RBC കൗണ്ട് ആർ നീഡഡ് ടു കാൽക്കുലേറ്റ്. ഓപ്ഷൻ A MCH, ഓപ്ഷൻ B MCHC, ഓപ്ഷൻ C MCV, ഓപ്ഷൻ D നൺ ഓഫ് ദി. അതായത് ഹെമറ്റോക്രിറ്റും അതായത് നമ്മൾ PCVയും അതുപോലെ തന്നെ RBC കൗണ്ടും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്
MCV ആണ്. എന്താണ് ഈ MCV, MCH, MCHC എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ സാധാരണ റെഡ് സെൽ ഇൻഡിസസ് പറയാറുണ്ട് അല്ലെ? റെഡ് സെൽ ഇൻഡിസസ് ആണ് ഈ MCV, MCH, MCHC, RDW എന്നൊക്കെ പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാൽക്കുലേഷൻസും അതിന്റെ നോർമൽ വാല്യൂ, അതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് സത്യത്തിൽ ഈ MCV എന്ന് പറഞ്ഞ? MCV മീൻസ് മീൻ കോർപ്പസ്കുലാർ വോളിയം. മീൻ കോർപ്പസ്കുലാർ വോളിയം ആണ്, പേരിൽ തന്നെ ഉണ്ട്. വോളിയം എന്ന് പറഞ്ഞാൽ ആവറേജ് വോളിയം ഓഫ് റെഡ് സെൽ. നമ്മൾ ഈ RBCന്റെ അല്ലെങ്കിൽ റെഡ് സെൽസിന്റെ ആവറേജ് വോളിയം ആണ്. ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ആവറേജ് വോളിയം ഓഫ് റെഡ് സെൽസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് MCV ആണോ, MCH ആണോ, MCHC ആണോ എന്ന് ചോദിക്കാം. വോളിയം, RBCന്റെ ഒരു വോളിയം, ആവറേജ് വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് MCV വഴിയാണ്. സോ അതിന്റെ കാൽക്കുലേഷൻ നോക്കിയാൽ മതി. MCVയിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? MCVന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് PCV. ഇവിടെ HCT എന്ന് പറഞ്ഞാലും PCV എന്ന് പറഞ്ഞാലും സെയിം ആണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഇവിടെ HCT തന്നെ എഴുതാം. HCT by RBC into 10. എങ്ങനെയാണ് നമ്മൾ MCV കിട്ടുന്നത്? HCT by MCV കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? PCV by RBC into 10. സോ അതാണ് MCVന്റെ കാൽക്കുലേഷൻ. RBCന്റെ ആവറേജ് വോളിയം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? MCV വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. MCH ആണെങ്കിലോ MCH മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ ആണ്. V ഫോർ വോളിയം, H ഫോർ ഹീമോഗ്ലോബിൻ. സോ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ആവറേജ് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ പെർ റെഡ് സെൽ. ഒരു RBCയിൽ എത്രത്തോളം ഹീമോഗ്ലോബിൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? MCHൽ കണ്ടുപിടിക്കുന്നത്. സോ അത് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ HB by RBC into 10 ആണ്. HB by RBC into 10 ആണ് വരുന്നത്. ഓക്കെ, HB by RBC into 10 ആണ്. ഒരു RBCയിൽ എത്രത്തോളം ഹീമോഗ്ലോബിന് എമൗണ്ട് ഉണ്ട് എന്ന് കണ്ട്. എന്നാൽ MCHC എന്താണ്? മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. അവിടെ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ഗിവൺ വോളിയം ഓഫ് പാക്ഡ് സെൽസ്. MCHൽ ഒരു RBCയിൽ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ HB ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. എന്നാൽ MCHCൽ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ഗിവൺ വോളിയം ഓഫ് RBC. തന്നിരിക്കുന്ന RBCനുള്ളിൽ എത്രത്തോളം കോൺസെൻട്രേഷനിൽ HB ഉണ്ട് എന്നാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാ ചെയ്യുക? അവിടെ നമ്മൾ ചെയ്യേണ്ടത് HB by PCV or HCT into 100 ആണ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ MCHC, MCVയിലായിക്കോട്ടെ MCHലായിക്കോട്ടെ 3 ആണ് അല്ലെ ആൽഫബറ്റ് വരുന്ന. MCHC എന്ന് പറയുമ്പോൾ അവിടെ into 10 പകരം into 100 ഇടുക. അപ്പൊ MCHC ആണ്. HC എന്ന് പറയുമ്പോൾ ഫസ്റ്റ് HB by PCV into 100 എന്നുള്ള രീതിയിൽ പഠിക്കാം. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ മാറിപ്പോവും. MCV എന്ന് പറയുമ്പോൾ വോളിയം ആണ്. സോ PCV by RBC into 10. MCH ആണ് ലാസ്റ്റ് വരുന്നത്. സോ HB by RBC into 10. MCHC എന്ന് പറയുമ്പോൾ HB by PCV into 100 ആണ് വരുന്നത്. ഇനി RDW എന്ന് പറയുമ്പോൾ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് ആണ്. അതായത് നമ്മൾ RBCന്റെ സൈസ് ആണ് സത്യത്തിൽ അവിടെ നോക്കുന്നത്. നമ്മൾ സൈസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. നമ്മൾ അതെങ്ങനെയാ കിട്ടുക എന്ന് പറഞ്ഞാൽ ST ഓഫ് MCV by mean of MCV. നമ്മൾ വോളിയം വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. into 100 ആണ്. ST by mean into 100 എന്നുള്ളത് പഠിച്ചു വെക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ എന്താണ് കാൽക്കുലേഷൻ ആണ് അത്. സോ അത് എന്തിന്റെ ST യും മീനും ആണ്? ST ഓഫ് MCV by mean of MCV into 100 ആണ് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ വേരിയേഷൻ ഇൻ സൈസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിന്റെ ഓരോന്നിന്റെയും നോർമൽ വാല്യൂ വേണം നമുക്ക്. MCVന്റെ നോർമൽ വാല്യൂ 80 to 100 ഫെമറ്റോ ലിറ്റർ ആണ്. കാരണം നമ്മൾ വോളിയം ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. സോ ഫെമറ്റോ ലിറ്റർ. HB ആണ് നെക്സ്റ്റ്. MCHൽ നമ്മൾ മെഷർ ചെയ്യുന്നത് HB എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ. സോ പൈക്കോഗ്രാം പെർ സെൽ എന്നുള്ള പൈക്കോഗ്രാം ആണ് എന്ത് വരുന്നത്? നമ്മളുടെ MCHന്റെ യൂണിറ്റ് 27 to
31 പൈക്കോഗ്രാം ആണ് MCH ന്റെ നോർമൽ വാല്യൂ എന്ന് പറയും. ഇനി MCHC എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഗ്രാം പെർ DL ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. 30 to 36 ഗ്രാം പെർ DL ആണ് MCHC ന്റേത് വരുന്നത്. RDW ന്റേത് വരുന്നത് 11.5 to 14.5% ആണ് കേട്ടോ. റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്തിൻ്റെത് 11.5 to 14.5% ആണ്. കാരണം നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നിന്റെ യൂണിറ്റ് മറന്നു പോകരുത്, അതിന്റെ നോർമൽ വാല്യൂസും മറന്നു പോകരുത്. യൂണിറ്റ് മാറിപ്പോയാൽ തന്നെ നമ്മളുടെ ആൻസർ എന്ത് ചെയ്യും പോവും, മാറിപ്പോകുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് എന്താണെന്ന് പഠിച്ചു വെക്കുക, അതിന്റെ കാൽക്കുലേഷൻ പഠിച്ചു വെക്കുക, അതിന്റെ നോർമൽ വാല്യൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് ബന്ധപ്പെട്ടിട്ട് ഇത് കൂടുന്നതും കുറയുന്നതും കണ്ടീഷൻ. നമ്മൾ ഈ റെഡ് സെൽസ് ഇൻഡിസസിൽ വേരിയേഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടാവില്ലേ, അതായത് MCV നമ്മളെ ആവറേജ് വോളിയം ഓഫ് RBC ആയിരുന്നു അല്ലെ. സോ ഈ MCV വോളിയം കൂടുന്ന കണ്ടീഷൻ ആണ് മാക്രോസൈറ്റിക് അനീമിയ. മാക്രോസൈറ്റിക് അനീമിയയിൽ RBC വലുതാവില്ലേ, അപ്പൊ നമുക്ക് വോളിയം കൂടുതലായിരിക്കും അല്ലെ. മാക്രോസൈറ്റിക് അനീമിയ എന്തിലൊക്കെ വരുന്നത്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ, അതിലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി, ലിവർ ഡിസീസ്, ഇതിന്റെ കേസിലൊക്കെയാണ് മാക്രോസൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ആ കേസിലൊക്കെ എന്ത് ചെയ്യും, MCV കൂടുന്നതാണ്. ഈ MCV കുറയുന്ന കേസ് ഏതാണ്, മൈക്രോസൈറ്റിക് അനീമിയ. അവിടെ വോളിയം കുറയില്ലേ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും താലസീമിയയിലൊക്കെ ചെറിയ മൈക്രോസൈറ്റ് അല്ലേ വരുന്നത്. അപ്പൊ ആ കണ്ടീഷൻസിലൊക്കെ MCV കുറയും. അങ്ങനെ പഠിച്ചു വെക്കുക. MCV കൂടുന്നത് മാക്രോസൈറ്റിലും MCV കുറയുന്നത് മൈക്രോസൈറ്റിലും. അപ്പൊ മാക്രോസൈറ്റ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത്, മൈക്രോസൈറ്റ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഉണ്ടാവുന്നത്. ഇനി MCHും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. മാക്രോസൈറ്റിക് അനീമിയയില് MCH കൂടും, മൈക്രോസൈറ്റിക് അനീമിയയില് MCH കുറയും. ഓക്കെ, നെക്സ്റ്റ് MCHC ആണ്. MCHC എന്ന് പറയുമ്പോൾ MCHC കൂടുന്ന കണ്ടീഷനാണ് ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ്. ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു മെംബ്രെയിൻ ഡിഫക്ട്സ് ആണ്. സോ ഹെറിഡിറ്ററി ആയിട്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് അത്. സ്ഫീറോസൈറ്റ് എന്ന് പറയുമ്പോൾ സ്ഫെറിക്കൽ ആയിട്ടുള്ള സെൽസ് ആണ് ഉണ്ടാവുന്നത്. ആ ഒരു കേസിൽ MCHC കൂടാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ MCHC കുറയുന്ന കണ്ടീഷൻ ആണ് അയൺ ഡെഫിഷ്യൻസി അനീമിയയും താലസീമിയയും. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമ്മൾ ഹീമോഗ്ലോബിന്റെ MCHC ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഈ ഹീമോഗ്ലോബിന്റെ സിന്തസിസ് എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. അതുപോലെ താലസീമിയന്റെ കേസിലായിക്കോട്ടെ അവിടെ ഹീമോഗ്ലോബിന്റെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. സോ അതുകൊണ്ട് ഈ MCHC എന്താണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് RDW എന്ന് പറയുന്നത് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്താണ്, അതിന്റെ സൈസിലുള്ള വേരിയേഷൻ. ഇപ്പൊ അനൈസോസൈറ്റോസിസ് സൈസിന്റെ വേരിയേഷനെയാണ് അനൈസോസൈറ്റോസിസ് എന്ന് പറയുന്നത് അല്ലെ. ആ അനൈസോസൈറ്റോസിന്റെ കേസിൽ, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളേറ്റ് ഡെഫിഷ്യൻസിന്റെ കേസിലൊക്കെ RDW കൂടാണ്. RDW കുറയുന്നതിന് അത്ര ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, കൂടുന്നതാണ് ഈ സൈസിന്റെ വേരിയേഷൻസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കേസസിൽ ഈ RDW കൂടാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ ഇത്രയുമാണ് റെഡ് സെൽ ഇൻഡിസസിൽ പറയാനുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഓപ്ഷൻ ബി താലസീമിയ, ഓപ്ഷൻ സി സിക്കിൾ സെൽ ഡിസീസ്, ഓപ്ഷൻ ഡി ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ്. ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിന്റെ കേസിൽ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി കൂടാണ് ചെയ്യുന്നത്. എന്താണ് ഈ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി? എന്താണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റിയിൽ നമ്മൾ ഹൈപ്പോട്ടോണിക് സലൈനിൽ നമ്മൾ RBCനെ ഇട്ട് വെക്കുന്ന സമയത്ത് അത് എത്രത്തോളം റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഹീമോളൈസ് ആവുന്നതിന് റെസിസ്റ്റൻസ് RBC കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഐസോട്ടോണിക് സലൈൻ, RBCനെ നമ്മൾ നോർമലി ഐസോട്ടോണിക് ആയിട്ടുള്ള സലൈനിൽ ഇട്ട് വെച്ചാൽ RBCയിൽ ഐസ് ഒന്നും ആവില്ല അല്ലെ. പക്ഷെ എന്നാ ഹൈപ്പോട്ടോണിക്, അതായത് അതിന്റെ ടോണിസിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ വാട്ടർ വെച്ച് അതിനെ ഈ ഐസോട്ടോണിക്കിനെ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ RBCനെ ഇട്ട് വെക്കുന്ന സമയത്ത് RBC ലൈസ് ആവും. നമുക്കറിയാം, ജസ്റ്റ് നമ്മൾ വാട്ടറിൽ നമ്മൾ ബ്ലഡ് മിക്സ് ആക്കി കഴിഞ്ഞാൽ അവിടെ ഹീമോളൈസിസ് സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ RBC
പൊട്ടി ഹീമോളൈസിസ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സലൈനിലേക്ക് ഇടുന്ന സമയത്ത് RBC അവിടെ ഷ്രിങ്ക് ആവുകയാണ് ചെയ്യുന്നത്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഐസോട്ടോണിക് ആയിട്ടുള്ള സലൈനിൽ ഇട്ട് വെച്ചാല് RBCക്ക് ഒന്നും സംഭവിക്കില്ല. ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സലൈനിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ മാങ്ങ ജസ്റ്റ് അല്ലെങ്കിൽ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് അവിടെ ആ മാങ്ങ ചുരുങ്ങുന്നുണ്ട്. ഓക്കെ, അതിലെ വെള്ളം നഷ്ടപ്പെട്ടിട്ട് അത് ചുരുങ്ങുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ RBC അവിടെ ഷ്രിങ്ക് ആവാണ് ചെയ്യുക ഹൈപ്പർ ടോണിക് സലൈനിൽ ഇട്ട് വെക്കുമ്പോൾ. എന്നാൽ ഹൈപ്പോടോണിക് സലൈനിലേക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്ന സമയത്ത് RBC ലൈസിങ് ആണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു സ്പീറോസൈറ്റിന്റെ കേസിൽ, ഈ സ്പീറോസൈറ്റ് ആണും നോർമൽ RBCയും നമ്മൾ കമ്പയർ ചെയ്യുന്ന കേസിൽ സ്പീറോസൈറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ നോർമൽ RBC കുറച്ചും കൂടി ഈ ഹൈപ്പോട്ടോണിക് സലൈനിൽ കുറച്ചും കൂടി സർവൈവ് ചെയ്യുന്ന കേസ് ഉണ്ട്. അപ്പൊ അത് സ്പീറോസൈറ്റ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാനാണ് കോമൺലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ചെക്ക് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ RBCനെ നമ്മൾ സീരിയൽ ഡയലൂഷൻസ് ഓഫ് ദി അല്ലെങ്കിൽ സീരിയൽ കോൺസെൻട്രേഷൻ ഓഫ് NaCl, അതായത് ഹൈപ്പോട്ടോണിക് സലൈനിന്റെ സീരിയൽ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് സലൈൻ വെച്ചിട്ട് നമ്മൾ RBC പ്ലേസ് ചെയ്യും. സോ അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു RBCനുള്ളിലേക്ക് വെള്ളം കടന്നിട്ട് RBC സ്വെൽ ചെയ്യും, കുറച്ചു കഴിഞ്ഞാൽ RBC ലൈസിസ് ഉണ്ടാവും. സോ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളെ റെഡ് സെൽ മെംബ്രെയിന്റെ സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഹീമോലൈറ്റിക് അനീമിയ, ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രിൻസിപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള RBC ആണെങ്കിൽ ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 0.45 0.50 NaClന്റെ കോൺസെൻട്രേഷൻ. നമ്മൾ ഐസോട്ടോണിക് സലൈൻ എന്ന് പറയുന്നത് 0.89% ഒക്കെ ആയിരിക്കും നമ്മൾ NaClന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയും. അപ്പൊ അതിന്റെ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓസ്മോട്ടിക് ഫ്രെജിലിറ്റിയിൽ നമ്മൾ ഈ സീരിയൽ ഡയലൂഷൻസ് കൊടുക്കുന്നത്, ഡിക്രീസിങ് കോൺസെൻട്രേഷൻ. അപ്പൊ ഒരു 0.45 ഒക്കെ എത്തുമ്പോഴേക്ക് ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു 0.30 ഒരു 33 എത്തും NaClന്റെ ആ ഒരു കോൺസെൻട്രേഷൻ എത്തുമ്പോഴേക്ക് ഹീമോലൈസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഏതിന്റെ കേസിൽ, നോർമൽ RBCന്റെ കേസിൽ. എന്നാൽ അതിന്റെ മുന്നേ നമ്മൾ ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 0.80 തന്നെ ഹീമോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണെങ്കിൽ അവിടെ എന്താണ്, അതൊരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. അവിടെ ചിലപ്പോൾ സ്പീറോസൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നോർമലി എങ്ങനെയാണ് RBCന്റെ ലൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഓരോ കണ്ടീഷൻസിലും നമുക്ക് നോക്കാം. ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസിന്റെ കേസിൽ ഈ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി എന്താവുന്നുണ്ട്, കൂടുന്നുണ്ട്. കാരണം ഈ സ്പീറോസൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി വീർത്ത് കിടക്കുന്ന സെല്ലാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, സലൈന്റെ കോൺസെൻട്രേഷൻസ് ഏർലി കോൺസെൻട്രേഷനിൽ തന്നെ ഈ RBC ലൈസ് ആയിട്ട് ഹീമോലൈസിസ് ഉണ്ടാവും. നോർമലി ഏത് കോൺസെൻട്രേഷനിലാണ് ലൈസിസ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ മുന്നേ തന്നെ എന്ത് സംഭവിക്കും, ഈ ലൈസിസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹിമോലൈറ്റിക് അനീമിയയിലും മെംബ്രെയിൻ ഡാമേജ് സംഭവിക്കുന്നത് കൊണ്ട് ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ താലസീമിയന്റെ കേസിലും അയൺ ഡെഫിഷ്യൻസി അനീമിയന്റെ കേസിലും ഈ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി കുറയാണ് ചെയ്യുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയന്റെ കേസിലും താലസീമിയന്റെ കേസിലും മൈക്രോസൈറ്റ് ആണ് വരുന്നത്. സോ അവിടെ എന്ത് വരുന്നുണ്ട്, എന്താവുകയാണ്, ഈ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി കുറയാണ് ചെയ്യുന്നത്. എന്നാൽ സിക്കിൾ സെൽ അനീമിയന്റെ കേസിൽ ചിലപ്പോൾ ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി എന്നുള്ളത്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സോ ഇവിടെ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന സാമ്പിളും കാര്യങ്ങളും പറയാം. നമ്മൾ ഹെപ്പാരിനൈസ്ഡ് ഓർ EDTA സാമ്പിൾ, നമ്മൾ അധികം ഹെപ്പാരിനൈസ്ഡ് ആയിട്ടുള്ള ഇതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സാമ്പിൾ ഏതാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഹെപ്പാരിൻ ഉള്ളതാണ്. നമ്മൾ ഓപ്ഷനിൽ ഹെപ്പാരിൻ ഉണ്ടെങ്കിൽ ഹെപ്പാരിൻ ആണ് എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് EDTA എടുക്കാം. സോ EDTA സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ NaClന്റെ ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ് ആണ്. ഒരു 0.85 തൊട്ടിട്ട് 0.1 വരെയുള്ള ആ ഒരു കോൺസെൻട്രേഷനിലുള്ള NaCl ആണ് നമ്മൾ സൊല്യൂഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലഡും ഈ സലൈൻ ട്യൂബ് ഓരോന്നിലും നമ്മൾ ബ്ലഡ് മിക്സ് ചെയ്യും. ഈ സലൈന്റെ ഡിഫറെന്റ് കോൺസെൻട്രേഷനിലുള്ള സലൈനിലേക്ക് ബ്ലഡ് മിക്സ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ 30 minutes to 1 hour കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്പെക്ട്രോഫോട്ടോമെട്രിക്കലി അല്ലെങ്കിൽ വിഷ്വലിയോ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഹിമോളൈസിസ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഒരു
ഹീമോളൈസിസ് കർവ് അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഫ്രജിലിറ്റി കർവ്, NaCl കോൺസെൻട്രേഷൻ വെസ് ഹീമോളൈസിസ് എന്നുള്ളൊരു കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ അതിന് യൂസ് ചെയ്യുന്ന സാമ്പിളും ഏതൊക്കെ കോൺസെൻട്രേഷൻ ആണെന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആ ഒരു മൊഡ്യൂൾ ESR, PCV, ഓസ്മോട്ടിക് ഫ്രജിലിറ്റി, റെഡ് സെൽ ഇൻഡിസസ് എന്നുള്ള മൊഡ്യൂള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. താങ്ക് യു.